പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഉൽപ്പത്തി പുസ്തകം 31, 32 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ 31-ാം അധ്യായത്തിൽ ലാബാനും യാക്കോബിന്റെ മുമ്പിൽ ഒരു മിസ്പ വെളിപ്പെടുന്നു. അതെ, ഒരു കാവൽ മാടം വെളിപ്പെടുന്നു. ആമേൻ. 31-ാം അധ്യായത്തിൽ ഒരു പ്രതിഷ്ഠ വെളിപ്പെടുന്നു, ഒരു ഉടമ്പടി വെളിപ്പെടുന്നു, ഒരു തൂണ് വെളിപ്പെടുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ നീ എത്തുന്നെങ്കിൽ 32-ാം അധ്യായത്തിൽ ഒരു മഹനീയം വെളിപ്പെടും. ഇന്ന് പകൽ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം, ഒരു കാവൽ മാടം, ഒരു ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ 32-ാം അധ്യായത്തിൽ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ വെളിപ്പെടും. 32-ന്റെ 2-ാം വാക്യത്തിൽ കാണുന്നു, ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ സേന. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സേന നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന പകലാണ്. നീ ആയിരിക്കുന്ന ജോലി സാഹചര്യങ്ങളായിരിക്കാം, കുടുംബപരമായ വിഷയങ്ങളിലായിരിക്കാം. യാക്കോബേ, ലാബാനെ, നിനക്ക് ലഭിച്ച പ്രതിഫലങ്ങൾ പലപ്പോഴും ലാബാൻ പ്രതിഫലം മടക്കിയപ്പോൾ ആമേൻ, അതിൻ്റെ നടുവിൽ ഇതാ ഒരു മിസ്പ വെളിപ്പെട്ടെങ്കിൽ, ദൈവത്തിൻ്റെതാകുന്ന മിസ്പ വെളിപ്പെട്ടെങ്കിൽ, ഒരു കാവൽ മാടം വെളിപ്പെട്ടെങ്കിൽ, ഒരു മഹനീയം വെളിപ്പെടാതിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഒരു മഹനീയം വെളിപ്പെടുന്ന പകല. കാരണം അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ട്. ഇതാ ദൈവത്തിന്റെ സേന എന്ന് യാക്കോബ് പറഞ്ഞെങ്കിൽ, അവിടെ ഒരു മഹനീയം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹനീയം വെളിപ്പെടുന്ന പകലാണ്. വിശ്വസിക്കുക, ദൈവത്തിന്റെ സേന നിനക്ക് വേണ്ടി ഇന്ന് പകൽ നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരികയാണ്. കർത്താവേ, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള ജീവിതത്തിലെ കാവൽ മാടങ്ങൾ, മിസ്പകൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഹനീയമായ ആമേൻ, ഒരു മഹനീയം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.